പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ച സീരിയലുകളിൽ ഒന്നായിരുന്നു ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തിരുന്ന സാന്ത്വനം. തമിഴ് സീരിയലായ പാണ്ഡ്യൻ സ്റ്റോറിന്റെ റീമേക്കായ സാന്ത്വനം മലയാളത്തിലെത്തിയപ്പോൾ തുടക്കം മുതലേ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. സീരിയൽ അവസാനിച്ചപ്പോൾ പ്രേക്ഷകരെല്ലാം നിരാശയിലായിരുന്നു. ഗോപിക അനിൽ, സജിൻ, അച്ചു സുഗന്ധ്, രാജീവ് പരമേശ്വർ, ചിപ്പി എന്നിവരാണ് സീരിയലിൽ പ്രധാന വേഷങ്ങൾ ചെയ്തത്. സീരിയൽ പോലെ തന്നെ സീരിയലിലെ ഗോപികയും സജിനും അവതരിപ്പിച്ച ശിവാഞ്ജലി കോംബോയ്ക്കും ആരാധകർ ഏറെയായിരുന്നു. സീരിയൽ അവസാനിച്ചപ്പോൾ പ്രേക്ഷകരുടെ സങ്കടവും ശിവാഞ്ജലി കോംബോയെ ഇനി കാണാൻ കഴിയില്ലല്ലോ എന്നതായിരുന്നു. എന്നാൽ പ്രേക്ഷകരുടെ ആ സങ്കടം അച്ചു സുഗന്ധ് മാറ്റിക്കൊടുത്തിട്ടുണ്ട്. അഭിനയത്തിനൊപ്പം സംവിധാനത്തിലും താല്പര്യമുണ്ടെന്ന് അച്ചു മുമ്പ് തുറന്നു പറഞ്ഞിരുന്നു. സ്വാന്തനം അവസാനിച്ചപ്പോൾ ശേഷം സംവിധായകനായുള്ള തയ്യാറെടുപ്പിലായിരുന്നു അച്ചു സുഗന്ധ്. സ്വാന്തനത്തിലെ താരങ്ങളായ സജിനെയും ഗോപികയെയും പ്രധാന കഥാപാത്രങ്ങളാക്കി ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ടെന്നും അന്ന് അച്ചു അറിയിച്ചിരുന്നു. പെണ്ണിനെ ഇഷ്ടായോ എന്നാണ് ഷോർട്ട് ഫിലിമിന് പേരിട്ടത്. ഈ ഹ്രസ്വ ചിത്രത്തിനായി കാത്തിരിപ്പിലായിരുന്നു ആരാധകർ. 7 ദിവസം മുമ്പാണ് അച്ചുവിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഷോർട്ട് ഫിലിം പ്രേക്ഷകരിലേക്ക് എത്തിയത്. ഇതിനോടകം 20 ലക്ഷത്തിന് മുകളിൽ കാഴ്ചക്കാരെ ഈ ഷോർട്ട് ഫിലിമിന് ലഭിച്ചു. ഒരു പെണ്ണ് കാണലും അതുമായി ബന്ധപ്പെട്ടുള്ള രസകരമായ സംഭവങ്ങളുമായിരുന്നു ഷോർട്ട് ഫിലിമിൻ്റെ ഇതിവൃത്തം. ഇപ്പോഴിതാ ഷോർട്ട് ഫിലിമിൽ നിന്നുള്ള സജിൻ്റെയും ഗോപികയുടെയും വിവാഹവേഷത്തിലുള്ള മനോഹരമായ സ്റ്റിൽസ് പുറത്തുവിട്ടിരിക്കുകയാണ് അച്ചു സുഗന്ധ്. ശിവാഞ്ജലി കോംബോയെ വീണ്ടും തങ്ങൾക്ക് മുന്നിൽ എത്തിച്ചതിന് നിരവധി പേരാണ് അച്ചുവിനെ അഭിനന്ദിച്ച് എത്തിയത്. ഗോപികയെയും സജിനെയും വധൂവരന്മാരായി ഒരുങ്ങിക്കാണുമ്പോൾ യഥാർത്ഥ വിവാഹ ചിത്രങ്ങൾ പോലും തോറ്റുപോകുമെന്നാണ് കമൻറ്റുകൾ. ഇവരുടെ ഒറിജിനൽ കല്യാണത്തിന് പോലും ഇത്ര നല്ല ഫോട്ടോകൾ കിട്ടിയിട്ടുണ്ടാവില്ല. എല്ലാവരും പറയുന്നത് പോലെ ശരിക്കും ഇരുവരും ഒരുമിച്ച് നിന്നപ്പോൾ ശിവപാർവതിയെപ്പോലെയുണ്ട് എന്നിങ്ങനെയാണ് കമൻറ്റുകൾ. അച്ചു സുഗന്ധിൻ്റെ ഷോർട്ട് ഫിലിം പ്രേക്ഷകർക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്നത് കമൻറ്റ് ബോക്സിൽ നിന്നും വ്യക്തമാണ്. ഈ വർഷം ആദ്യമായിരുന്നു ഗോപിക അനിലിൻ്റെയും വിവാഹം. നടൻ ഗോവിന്ദ് പത്മസൂരിയാണ് ഗോപികയെ വിവാഹം ചെയ്തത്. ഗോപിക സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ട്. സുമതി വളവ് എന്ന സിനിമയിലൂടെയാണ് നായികയായുള്ള ഗോപികയുടെ സിനിമയിലേക്കുള്ള രണ്ടാം വരവ്. ബാലതാരമായി വർഷങ്ങൾക്ക് മുൻപ് നിരവധി മലയാള ചിത്രങ്ങളിൽ ഗോപിക അഭിനയിച്ചിട്ടുണ്ട്. സജിനും +2 അടക്കമുള്ള മലയാള സിനിമകളിൽ അഭിനയിച്ച ശേഷമാണ് സീരിയലിലേക്ക് എത്തിയത്.